രാജ്യം രാജേന്ദ്രൻ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വഖഫ് മതേതര കാഴ്ചപ്പാടെന്ന കേന്ദ്രം സുപ്രീം കോടതിയിൽ. ഭേദഗതി നിയമത്തിൽ മുസ്ലിം മതാചാര ലംഘനം ഉണ്ടായിട്ടില്ല. വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നുവെന്നത് വ്യാജ പ്രചരണം. ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട. നാരായൺപൂരിൽ 26 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ച സുരക്ഷാ സേന. കൊല്ലപ്പെട്ടവരിൽ 1 കോടി വിലയിട്ട ഭീകരനും അഭിനന്ദനം അറിയിച്ച പ്രധാനമന്ത്രി. പഹൽഗാമിന് മുന്നേ ഭാരത സൈന്യം ഒരുങ്ങിയിരുന്നുവെന്ന എസ് ഗുരുമൂർത്തി. 10 വർഷം മുന്നേ തയ്യാറെടുത്തു. റഫാലിനെയും മേക്ക് ഇൻ ഇന്ത്യയെയും പരിഹസിച്ച പ്രതിപക്ഷത്തിന് രൂക്ഷ വിമർശനം. ഓപ്പറേഷൻ സിന്ദൂർ നിസാരമെന്ന കശ്മീരിലെ കോൺഗ്രസ് നേതാവ് ഗുലാം അഹമ്മദ് മിർ. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് വൻ കുരുക്കിലേക്ക്. സോണിയയും രാഹുലും 142 കോടിയുടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കി. കള്ളപ്പണം വെളുപ്പിച്ചവരിൽ സാം പിട്രോഡയും. ഡൽഹി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച ED. മുർഷിദാബാദ് കലാപത്തിൽ ബംഗാൾ പോലീസ് പ്രതിക്കൂട്ടിൽ. പോലീസ് കൈയും കെട്ടി നോക്കി നിന്നെന്ന കൽക്കട്ട ഹൈക്കോടതി സമിതി റിപ്പോർട്ട്. ബംഗാളിൽ ജനങ്ങളുടെ സംരക്ഷണത്തിന് കേന്ദ്രസേന ആവശ്യമെന്നും റിപ്പോർട്ടിൽ. റിപ്പോർട്ടുകളിലേക്ക്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി സുരക്ഷാ സേന. നാരായൺപൂർ മേഖലയിൽ 72 മണിക്കൂർ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ 26 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ട ഭീകരനും ഉൾപ്പെടുന്നു. മാവോയിസ്റ്റ് ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഛത്തീസ്ഗഡിൽ നാരായൺപൂരിൽ അബുജമദ് വനമേഖലയിൽ സുരക്ഷാ സേന പ്രത്യേക ഓപ്പറേഷൻ നടത്തിയത്. 72 മണിക്കൂറിലധികം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ 26 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചു. AK-47 തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും പ്രദേശത്ത് പരിശോധന തുടരുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഏറ്റുമുട്ടലിൽ സർക്കാർ തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ട ഭീകരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയുമായ നമ്പാല കേശവ് റാവു എന്ന ബസവരാജു കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും നാരായൺപൂർ, ബസ്തർ, സുക്മ, ദന്തേവാഡ മേഖലകളിൽ പരിശോധന തുടരുന്നുണ്ടെന്നും ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ അറിയിച്ചു. कि जवानों ने बहुत बड़ा करिश्मा कर दिखाया है और 26 नक्सलियों से 26 से अधिक नक्सली मार के आए गए। मुठभेड़ की अगर बात करें तो चल ही रहा है कि क्या स्थिति है? अब अंतिम सर्चिंग ऑपरेशन ही चल रहा है, सर्च ही चल रहा है, मतलब मुठभेड़ के बाद बॉडीज रिकवर की जा रही है. ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിൽ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന പേരിൽ സുരക്ഷാ സേന 1 മാസം നീണ്ടുനിന്ന മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ നടത്തിയിരുന്നു. 2026 മാർച്ചോടെ ചുവപ്പൻ ഭീകരത രാജ്യത്തു നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും ആയുധം വെച്ച് കീഴടങ്ങാത്ത ഭീകരർ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനം, ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചിന്തകനും കോളമിസ്റ്റുമായ എസ് ഗുരുമൂർത്തി. പാകിസ്ഥാനുള്ള തിരിച്ചടിക്ക് ഭാരതം ഒരുക്കം തുടങ്ങിയത് പഹൽഗാമിന് ശേഷമല്ല എന്ന് എസ് ഗുരുമൂർത്തി പറഞ്ഞു. 10 വർഷം മുൻപേ ഭാരത സൈന്യം തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. പാക് ആർമി തന്നെ ഇക്കാര്യം 2020 വെബ്സൈറ്റിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചവരാണ് പ്രതിപക്ഷമെന്ന് ഗുരുമൂർത്തി ചൂണ്ടിക്കാട്ടി. മേക്ക് ഇൻ ഇന്ത്യയും പ്രതിപക്ഷം പരിഹസിച്ചു തള്ളി. 75% സൈനിക ഉപകരണങ്ങളും ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ചുവെന്നും ഗുരുമൂർത്തി ചൂണ്ടിക്കാണിച്ചു. Terrorists without crossing the boundary. One was the Rafale aircraft. Rafale aircraft is a gem of an aircraft. It can throw missiles, it can throw bombs, it can throw even atom bombs. And to stop India from acquiring Rafale, the entire opposition charged corruption, this, that. If the Supreme Court had not intervened and stopped this nonsense, we would not have acquired the Rafale and we would not have been able to hit Pakistan terrorists. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എസ് ഗുരുമൂർത്തി പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, പാകിസ്ഥാനുള്ള തിരിച്ചടിക്ക് ഭാരതം ഒരുക്കം തുടങ്ങിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ ഒരു 10 വർഷം മുൻപേ ഭാരത സൈന്യം സജ്ജമായിരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഭാരതം ഈ പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ അല്ലെങ്കിൽ അതിർത്തിയിൽ ശത്രുരാജ്യം സൃഷ്ടിക്കുന്ന പ്രകോപനങ്ങൾ ഇതിനൊക്കെ കൃത്യമായി തിരിച്ചടി നൽകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നതായി
എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. പാകിസ്ഥാന്റെ സൈനിക വെബ്സൈറ്റിലടക്കം ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഭാരതം ആരംഭിച്ചിട്ടുള്ളതായി വ്യക്തമാക്കുന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം ഈ റഫാൽ വിമാനങ്ങൾ വാങ്ങുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചവർക്ക് ഇപ്പോൾ അതിനുള്ള മറുപടി കിട്ടിയില്ലേ എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ഒരു കാതലായ ഭാഗവും. പ്രത്യേകിച്ച് അന്ന് റഫാൽ വിമാനങ്ങൾ വാങ്ങുമ്പോൾ അഴിമതി ചൂണ്ടിക്കാട്ടി ആ പർച്ചേസ് തന്നെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തിയതിനെ സുപ്രീം കോടതി തന്നെ എടുത്ത് അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ തടയുന്ന രീതിയിൽ സുപ്രീം കോടതി തന്നെ ഇടപെടേണ്ടി വന്നു എന്നടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നതോടൊപ്പം തന്നെ S-400 പ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങുന്ന സമയത്ത് അമേരിക്ക അതിൽ ഉപരോധ ഭീഷണി അടക്കം മുഴക്കിയപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇന്ന് ഈ സിന്ദൂർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പോലും ഭാരതത്തിന് കഴിഞ്ഞത് എന്നുള്ളതായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യ വാങ്ങിച്ചിട്ടുള്ള പ്രതിരോധ ആയുധങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ആയുധങ്ങളും കൊണ്ടാണ് ഇന്ത്യ പ്രതിരോധം ഒരുക്കിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും കൃത്യമായി നടന്നിരുന്നില്ലെങ്കിൽ ഈ സിന്ദൂർ പോലെ ഒരു പ്രതിരോധത്തിന് ഒരു ഓപ്പറേഷന് ഭാരതത്തിന് കഴിയുകയില്ലായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു വ്യക്തിപ്രഭാവവും ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ഒരു നടപടിക്ക് കഴിയുന്ന രാജ്യമായി ഭാരതത്തെ മാറ്റിയെടുത്തു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാരണം 2014 അധികാരത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രിക്ക് വിസ നിഷേധിച്ച രാജ്യങ്ങളുണ്ട്. പിന്നീട് ലോകത്തെ ഏതാണ്ട് ഒരു ഭൂരിപക്ഷം രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി. പല രാജ്യങ്ങളുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചു. രാഷ്ട്രത്തലവന്മാർ പോലും പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ എപ്പോഴും പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് അവരുടെ മനോഭാവങ്ങൾ മാറ്റിയെടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. പിന്നീട് അതിന്റെ ഒരു പ്രഭാവം തന്നെയാണ് ഇന്ത്യയുടെ അടുത്തുണ്ടായിട്ടുള്ള വ്യാവസായിക വളർച്ചയിലും ഒപ്പം പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കും അതിന്റെ ശക്തിയിലേക്കും നയിച്ചത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ മോദി ഇല്ലായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ സംഭവിക്കുകയില്ലായിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണവും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ വെടിനിർത്തലിലേക്ക് പോയ സാഹചര്യം എന്നുള്ളത് അതെന്തുകൊണ്ടാണെന്നുള്ളത്, കാരണം പാകിസ്ഥാന്റെ സൈനിക ബേസുകളും അവിടുത്തെ പ്രധാനപ്പെട്ട ഇൻസ്റ്റലേഷൻസും ഒക്കെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഭാരതം പോയപ്പോൾ പാകിസ്ഥാൻ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് സീസ് ഫയർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ ഭാരതം എന്താണോ നേടാൻ ആഗ്രഹിച്ചിരുന്നത്, എന്താണോ ഈ പറയുന്ന നടപടികൾ കൊണ്ട് ഭാരതത്തിന് ലഭ്യമാകേണ്ടിയിരുന്നത്, അതൊക്കെ ഭാരതം ആദ്യ ദിവസം തന്നെ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ ദിവസം തന്നെ നേടിയെടുത്തിരുന്നു. അത് ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ തകർക്കുകയും ഭാരതത്തിലേക്കുള്ള ഭീകരവാദത്തിന്റെ ഈ പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസത്തിന്റെ ഒഴുക്ക് തടയുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന് ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പമാണ് ഈ ഭാരതത്തിന്റെ സൈനിക ശക്തി ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഭാരതത്തിന്റെ ഏത് രാജ്യത്തിന്റെ ആക്രമണത്തെയും പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടെന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തെളിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെയാണ് ഈ ന്യൂക്ലിയർ അല്ലെങ്കിൽ ആണവയുദ്ധം എന്നുള്ള ഭീഷണി മുഴക്കി ഇന്ത്യയെ അങ്ങനെ പേടിപ്പിക്കാനൊന്നും കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അത് പ്രധാനമന്ത്രിയുടെ ഈ സിന്ദൂറിന് ശേഷമുള്ള പ്രതികരണങ്ങളിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇപ്പോഴും ഭാരതം ഓപ്പറേഷൻ സിന്ദൂറുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത് പാകിസ്ഥാൻ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ അതിന് തിരിച്ചടി നൽകാനുള്ള സർവ്വ പ്രതിരോധവും അല്ലെങ്കിൽ സർവ്വ തയ്യാറെടുപ്പുകളുമായി ഇന്ത്യൻ സൈന്യങ്ങൾ അത് അതിർത്തിയിൽ തുടരുന്നുണ്ട് എന്നുള്ള അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അങ്ങനെ സർവ്വ മേഖലയിലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന നടപടിയിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ അല്ലെങ്കിൽ അതുവഴി ഭാരതത്തിനുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റമൊക്കെയാണ് അദ്ദേഹം ഈ പ്രഭാഷണത്തിൽ ഉടനീളം ചൂണ്ടിക്കാട്ടിയത്. ദേവിക, പ്രജിത്ത്, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന് വലിയ രീതിയിലൊരു വിമർശനം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചപ്പോഴും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായും എല്ലാം പ്രതിപക്ഷം വളരെ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ചിരുന്നു. പക്ഷേ എന്താണ് ഭാരതത്തിന്റെ ശക്തി എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെയധികം സഹായകരമായി എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് കൃത്യമാണ് ദേവിക. കാരണം ഈ ഒന്ന് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ ഒരു ഘട്ടത്തിൽ പരിഹസിച്ചവരുണ്ട്, അല്ലെങ്കിൽ ഭാരതത്തിന് അത് സാധ്യമാക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവടക്കമുള്ള ആളുകളുള്ള സ്ഥലമാണ്. അങ്ങനെ ആ ഒരു രീതിയിലുണ്ടായിട്ടുള്ള വിമർശനങ്ങളുടെ എല്ലാം മുനയൊടിച്ച് സുപ്രീം കോടതി തന്നെ പിന്നീട് റാഫേൽ വിമാനങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ആ കരാറിൽ ഒരു തരത്തിലുള്ള അഴിമതി ഇല്ല എന്നുള്ള രീതിയിലേക്ക് വിധി പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് അന്ന് തന്നെ അതിനുള്ള മറുപടി പ്രതിപക്ഷത്തിന് കിട്ടിയതാണ്. പക്ഷെ ഇന്ന് എന്തുകൊണ്ട് ഭാരതം റാഫേൽ വാങ്ങി അല്ലെങ്കിൽ റഫാൽ വിമാനങ്ങൾ സ്വന്തമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് എന്തുകൊണ്ടാണ് എന്നതിനുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് ഒരു തരത്തിലുള്ള ആൾനാശം എന്നതിനപ്പുറത്തേക്ക് കുറച്ച് മനുഷ്യർ ചില ജീവൻ നഷ്ടമായി എന്നതിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള ഒരു നാശനഷ്ടവും ഇന്ത്യയുടെ സൈനിക സംവിധാനങ്ങൾക്കോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഗുരുമൂർത്തി പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പമാണ് ഈ പറയുന്ന പ്രത്യേകിച്ച് രാഷ്ട്രത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കേണ്ട സാഹചര്യത്തെ സംബന്ധിച്ചൊരു ചോദ്യത്തിനും പ്രതിപക്ഷത്തിനെ പരിഹസിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ
സംവിധാനത്തിന്റെ നിലവിലത്തെ അവസ്ഥയോട് പരിതാപകരമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം പഴയ ഗാന്ധിയുടെ കാലത്തെ നിലപാടുകളല്ല പുതിയ കാലത്തെ ഗാന്ധിമാരുടെ നിലപാടിൽ എന്നുള്ള ഒരു പരിഹാസവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഒപ്പം ശശി തരൂർ രാഷ്ട്രത്തിന്റെ നിലപാടിനൊപ്പം നിന്നതിനെ അദ്ദേഹം പ്രശംസിച്ചു. അത് അദ്ദേഹം കോൺഗ്രസിന്റെ പഴയകാല രാഷ്ട്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന പഴയകാല നിലപാടുകൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ ആ നിലപാടാണ് ശശി തരൂർ ആവർത്തിച്ചത്. അതിന് അദ്ദേഹത്തെ പുകഴ്ത്താനും ഗുരുമൂർത്തി മറന്നിട്ടില്ല. എന്തായാലും പ്രതിപക്ഷത്തിന്റെ പോരായ്മകൾ, പ്രത്യേകിച്ച് റഫാലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ടുള്ള അനാവശ്യ വിവാദങ്ങൾ, അനാവശ്യ വിമർശനങ്ങൾ എന്നിവയുടെയൊക്കെ പൊള്ളത്തരം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം. ദേവിക. ശരി. പാകിസ്ഥാന്റെ ഭീകരതയെ തുറന്നുകാട്ടാനും പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള പാകിസ്ഥാന്റെ പങ്ക് വിദേശ രാജ്യങ്ങളെ അറിയിക്കുന്നതിനുമായുള്ള പ്രതിനിധി സംഘം ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. JDU MP സഞ്ജയ് കുമാർ ഷായുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യം പുറപ്പെട്ടത്. ജപ്പാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലാകും സംഘം സന്ദർശിക്കുക. ഭീകരതയോട് സഹിഷ്ണുതയില്ലെന്ന ഭാരതത്തിന്റെ സന്ദേശം ലോകരാഷ്ട്രങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിനിധി സംഘങ്ങൾ യാത്ര തുടങ്ങിയത്. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം UAE-യിലേക്കാണ് ആദ്യം പോകുക. തുടർന്ന് ലിബേറിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ലിയോൺ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. ഈ സർവകക്ഷി സംഘം ഇന്ന് വൈകിട്ട് യാത്ര പുറപ്പെടും. മുൻ കേന്ദ്രമന്ത്രി സഞ്ജയ് കുമാർ ഝാ നയിക്കുന്ന സംഘം ജപ്പാനിലേക്ക് യാത്ര ആരംഭിച്ചു. ഇന്തോനേഷ്യ, മലേഷ്യ, കൊറിയ, സിംഗപ്പൂർ എന്നീ ഏഷ്യൻ രാജ്യങ്ങളും ഈ സംഘം സന്ദർശിക്കുന്നുണ്ട്. ശ്രീകാന്ത് ഷിൻഡെയുടെ സംഘത്തിൽ മലയാളിയായ ET മുഹമ്മദ് ബഷീറും സഞ്ജയ് ഝായുടെ സംഘത്തിൽ കേരളത്തിൽ നിന്നുള്ള MP ജോൺ ബ്രിട്ടാസുമുണ്ട്. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 7 പ്രതിനിധി സംഘങ്ങൾ 25 രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ജനം, ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂറിനെ ഇകഴ്ത്തിക്കാട്ടി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. ഏറ്റവും ഒടുവിൽ ജമ്മുകശ്മീരിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും MLA-യുമായ ഗുലാം അഹമ്മദ് മിറാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ നിസ്സാരവൽക്കരിച്ച് പരാമർശം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്തെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് ആകെ ബോധ്യം വന്നിട്ടും കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ അപഹസിക്കുന്നത് തുടരുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ തട്ടിക്കൂട്ട് യുദ്ധമെന്ന് പറഞ്ഞ് രാജ്യത്തെ സൈനിക വിഭാഗങ്ങളെ അവമതിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ പാത പിന്തുടരുകയാണ് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ. ജമ്മു കശ്മീർ MLA-യും കോൺഗ്രസ് സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ മുതിർന്ന നേതാവ് ഗുലാം അഹമ്മദ് മിറിന്റെ പരാമർശമാണ് ഏറ്റവും ഒടുവിലായി വിവാദമായത്. ഓപ്പറേഷൻ സിന്ദൂർ നിസ്സാര പ്രവൃത്തി എന്ന നിലയിൽ അവഹേളിക്കുന്ന പരാമർശമാണ് പൊതുവേദിയിൽ കോൺഗ്രസ് നേതാവ് നടത്തിയത്. हम जब आज बात करते हैं उस भारतीय जनता पार्टी को याद दिलाना चाहते हैं जिन्होंने हमारा स्टेट भी छीना, हमारा स्टेटस भी छीना. आज आप देख लीजिए थोड़ी सी एक्टिविटी उन्होंने की, पता नहीं दिल से की या मजबूरियत में की, वो करा साहब बोलेंगे, मगर जितना भी किया उसका खमियाजा किसको उठाना पड़ा. പാകിസ്ഥാൻ ഭീകരകേന്ദ്രങ്ങൾക്കെതിരെ ഭാരത സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് ഇകഴ്ത്താൻ കർണാടക കോൺഗ്രസ് MLA കോദൂർ G മഞ്ജുനാഥും തുനിഞ്ഞിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് പകരം ചോദിച്ച പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിന് തെളിവ് ചോദിച്ച കോൺഗ്രസിന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെ രാഷ്ട്രീയമായി മാത്രമാണ് വീക്ഷിക്കാനാകുന്നത്. ലോകരാജ്യങ്ങളാകെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിന്റെ സൈനിക ശേഷിയും വീര്യവും തിരിച്ചറിഞ്ഞപ്പോൾ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നു. ജനം, ഡൽഹി. പാക് ചാരപ്രവർത്തനത്തിന് അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്രയുടെ ചൈന, ബംഗ്ലാദേശ് സന്ദർശനവും നിരീക്ഷണത്തിൽ. ജ്യോതി ഇരു രാജ്യങ്ങളും സന്ദർശിച്ചതായി കേന്ദ്ര ഏജൻസികൾ സ്ഥിരീകരിച്ചു. ജ്യോതിയുടെ അറസ്റ്റിന് പിന്നാലെ വിവിധ YouTube ചാനലുകൾ നിരീക്ഷണത്തിലാണെന്ന് ഹരിയാന ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ജ്യോതി മൽഹോത്ര സന്ദർശിച്ചതായാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയത്. ജ്യോതിക്ക് ചൈനീസ് സാമ്പത്തിക സഹായം ലഭിച്ചതായി സൂചനയുണ്ട്. ബംഗ്ലാദേശിൽ അടുത്തിടെ കലാപം അഴിച്ചുവിട്ട ഇസ്ലാമിക ഭീകര ശക്തികളുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നു എന്നും പരിശോധിക്കും. ജ്യോതി മൽഹോത്ര പലതവണ പാകിസ്ഥാനിൽ പോയിരുന്നതായും ഇവർ ചാരസംഘടനയായ ISI-യുമായി ബന്ധപ്പെട്ടിരുന്നതായും ഇതിനകം കണ്ടെത്തിക്കഴിഞ്ഞു. ഇവർ കേരളത്തിലെ വിവിധ ജില്ലകളിൽ എത്തിയിരുന്നു. ഭാരതത്തിന്റെ തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും പകർത്തി അവ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI-ക്ക് കൈമാറുകയായിരുന്നു ജ്യോതിയുടെ പ്രധാന ദൗത്യം. അതേസമയം ജ്യോതി മൽഹോത്രയ്ക്ക് പിന്നാലെ വിവിധ യൂട്യൂബർമാരെ നിരീക്ഷിച്ചു വരുന്നതായി ഹരിയാന സർക്കാർ അറിയിച്ചു. സംശയമുള്ളവരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ജനം, ഡൽഹി. വഖഫ് നിയമ ഭേദഗതി മതേതര കാഴ്ചപ്പാടാണെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ. വഖഫ് ഭേദഗതി നിയമത്തിൽ മുസ്ലിങ്ങളുടെ അനിവാര്യമായ ഒരു ആചാരത്തിന്റെയും ലംഘനം ഉണ്ടായിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഭൂമി ദാനം ചെയ്യൽ, മതപരമായി സമർപ്പിക്കൽ തുടങ്ങിയ നടപടികൾ എല്ലാ മതങ്ങളിലുമുണ്ടെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു.
ഭൂമി ദാനം ചെയ്യൽ, മതപരമായി സമർപ്പിക്കൽ തുടങ്ങിയവയാണ് വഖഫ് നിയമത്തിലുള്ളത്. ഈ നടപടികൾ മതേതരമാണെന്ന് മുൻ ഉത്തരവുകളിൽ സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ 145 പേജ് ദൈർഘ്യമുള്ള കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. ഭൂമി ദാനം ചെയ്യൽ, മതപരമായി സമർപ്പിക്കൽ തുടങ്ങിയവയ്ക്ക് നിയമപരമായ സാധുത നൽകുന്നതിനാണ് വഖഫ് നിയമം ഭേദഗതി ചെയ്തത്. ഈ നിയമത്തിലെ വ്യവസ്ഥകളിൽ എപ്പോൾ വേണമെങ്കിലും ഭേദഗതി കൊണ്ടുവരാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വഖഫ് ഭേദഗതി നിയമം വഖഫിന്റെ മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടല്ലെന്നും വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിന്റെ മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിക്ക് കൈമാറിയ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കുമ്പോൾ എല്ലാ വഖഫ് ഭൂമികളും അതല്ലാതാക്കി മാറ്റപ്പെടുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. അതോറിറ്റികൾക്ക് മുമ്പാകെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വഖഫ് ഭൂമികൾ വഖഫായി തന്നെ തുടരും. ഉപയോഗം കൊണ്ട് വഖഫായ ഭൂമി രജിസ്റ്റർ ചെയ്യണമെന്ന് 1925 മുസൽമാൻ വഖഫ് നിയമം മുതൽ എല്ലാ നിയമങ്ങളിലും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. 2025 വഖഫ് ഭേദഗതി നിയമപ്രകാരം ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് ഭൂമികൾ മാത്രമേ അതല്ലാതാക്കി മാറ്റപ്പെടുകയുള്ളൂ എന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. ജനം, ഡൽഹി. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കുരുക്കുമുറുകുന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. 142 കോടി രൂപയുടെ സ്വത്തുക്കൾ അനധികൃതമായി കൈവശം വെച്ചതായും ED ഡൽഹി റൌസ് അവന്യൂ കോടതിയെ അറിയിച്ചു. കേസിൽ ജൂലൈ 2 വിശദമായ വാദം തുടങ്ങും. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കുരുക്കുമുറുകുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ, കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയ തുടങ്ങിയ നേതാക്കൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. 142 കോടി രൂപയുടെ സ്വത്തുക്കൾ അനധികൃതമായി കൈവശം വെച്ച് അനുഭവിച്ചിട്ടുണ്ടെന്നും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. രാഹുലും സോണിയയും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനിയുടെ 751 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇതിനോടകം കണ്ടുകെട്ടിയിട്ടുണ്ടെന്നും അന്വേഷണ ഏജൻസി വ്യക്തമാക്കി. സോണിയെ 1-ാം പ്രതിയാക്കിയും രാഹുലിനെ 2-ാം പ്രതിയാക്കിയും ED കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. സോണിയയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ 2000 കോടി രൂപയുടെ സ്വത്തുവകകൾ ഏറ്റെടുത്തതിലെ ക്രമക്കേടാണ് ED അന്വേഷിച്ചത്. 5 ലക്ഷം രൂപ മാത്രം മൂലധനമുണ്ടായിരുന്ന യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡിന്റെ ഭൂമി ഉൾപ്പെടുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഏറ്റെടുത്തതിന്റെ ക്രമക്കേടുകൾ 2013 പുറത്തുവരുന്നത്. കേസിൽ 2022 രാഹുലിനെയും സോണിയയെയും ചോദ്യം ചെയ്തിരുന്നു. ജനം, ഡൽഹി. ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവർക്ക് പട്ടികജാതി പദവി നൽകുന്നത് ഭരണഘടനയോടുള്ള വഞ്ചനയാണെന്ന് മദ്രാസ് ഹൈക്കോടതി. ഭാരതീയ ക്രിസ്ത്യൻ നിയമപ്രകാരം ക്രിസ്ത്യാനികളെ വിവാഹം കഴിക്കുന്ന വ്യക്തികളെയും ക്രിസ്ത്യാനികളായി തന്നെ കണക്കാക്കും. കന്യാകുമാരിയിൽ തേരൂർ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വി അമുതറാണിയെ അയോഗ്യയാക്കിയുള്ള ഉത്തരവിലാണ് കോടതിയുടെ പരാമർശം. അമുതറാണി ഹിന്ദു പട്ടികജാതി വിഭാഗത്തിൽ നിന്നാണെങ്കിലും ക്രിസ്ത്യൻ പുരുഷനെ വിവാഹം കഴിച്ചതോടെ പട്ടികജാതിക്കാരിയായി കണക്കാക്കില്ല എന്നും കോടതി വ്യക്തമാക്കി. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ പ്രേക്ഷക കണക്കുകൾ പുറത്തുവിട്ട ICC ആകെ 368 ബില്യൺ പേരാണ് മത്സരങ്ങൾ തത്സമയം കണ്ടത്. ചാനൽ കാഴ്ചക്കാരുടെ കണക്കുകളിൽ റെക്കോർഡാണിട്ടത്. 2017 ചാമ്പ്യൻസ് ട്രോഫിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രേക്ഷകരിൽ 19% വർധനയുണ്ടായി. ഡിജിറ്റലിൽ ഏറ്റവും കൂടുതൽ വാച്ച് ടൈം ലഭിച്ചതും ഈ വർഷമാണെന്ന് ICC ചെയർമാൻ ജയ് ഷാ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ലഷ്കർ ഭീകരൻ അമീർ ഹംസയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. പാക് ചാര സംഘടന ISIയുടെ സംരക്ഷണയിൽ ലാഹോറിലെ ആശുപത്രിയിലാണ് ഭീകരൻ ചികിത്സയിൽ കഴിയുന്നത്. അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചയാളാണ് അമീർ ഹംസ. ഐസൻ ജോസ് ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു, പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു. ചില ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചിരുന്നു എന്നതും വ്യക്തമാണ്. ഇപ്പോൾ ആ വിവരത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. ലഷ്കർ ഭീകരൻ അമീർ ഹംസ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ദേവിക, ലഷ്കർ ഇ തൈബ ഭീകരൻ അമീർ ഹംസ ഇന്നലെയാണ് ഈ അപകടമുണ്ടായത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം കുറെ കഴിഞ്ഞ അല്പസമയം മുമ്പാണ് പുറത്തു വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരമായ പരിക്കുകളാണ് ഇയാൾക്ക് ഏറ്റിട്ടുള്ളത് എന്നും സാഹചര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ലഷ്കർ ഭീകര സംഘടനയുടെ പ്രചരണ വിഭാഗമായ, അതായത് മാസികയുടെയും അതുപോലുള്ള സംവിധാനങ്ങളുടെ എല്ലാം എഡിറ്ററായി പ്രവർത്തിക്കുന്ന ഒരു ആ വിഭാഗത്തിന്റെ തലവൻ കൂടിയായിരുന്നു ഇയാൾ എന്നതാണ് മറ്റൊരു സുപ്രധാന വിഷയം. മാത്രമല്ല ലഷ്കർ ഭീകരന്മാരിൽ 3ാമത്തെ ആളായി തന്നെ കണക്കാക്കുന്നുണ്ട്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ 2012 മുതൽ US ഇയാളെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. തീർത്തും അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ് ഇയാൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗുരുതരമായ പരിക്കുകളേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇയാൾ നേരിടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പരിക്കേറ്റത്
വാഹനാപകടത്തിൽ എന്ന ചില സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് എങ്കിൽ കൂടി അതെല്ലാം മറ്റേതോ രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടന്നിട്ടുള്ളത് എന്ന ഒരു റിപ്പോർട്ടുകളും പലയിടങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതീവ ഗുരുതരമായി പരിക്കേറ്റ രീതിയിൽ നേരത്തെ 2-3 ദിവസം മുമ്പ് മറ്റൊരു ലഷ്കർ ഭീകരനും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് 2 ലഷ്കർ ഭീകരർക്ക് നേരെ ആക്രമണമുണ്ടായ ഒരു സാഹചര്യം ഈ അടുത്ത 2 ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ലഷ്കർ ഈ അമീർ ഹംസയുടെ ഈ അപകടം ഏറെ ഗൗരവത്തോടെ വീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക. ശരി. അട്ടിമറി നീക്കം ഭയന്ന് പാക് സൈനിക മേധാവി അസിം മുനീറിനെ ഫീൽഡ് മാർഷലാക്കി സ്ഥാനക്കയറ്റം. അസാധാരണ നീക്കത്തിലൂടെ അസിം മുനീറിനെ സംരക്ഷിക്കാൻ പാക് സർക്കാർ നീക്കം നടക്കുന്നു. അസിം മുനീറിന് അഭിനന്ദനം അറിയിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും രംഗത്തെത്തി. ഇന്നലെയാണ് കരസേനാ മേധാവി അസീം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി നൽകാൻ ക്യാബിനറ്റ് തീരുമാനിച്ചത്. കരസേനാ മേധാവി സ്ഥാനത്ത് നിന്ന് ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഒരു വ്യക്തിക്ക് മാത്രമാണ് സ്ഥാനക്കയറ്റം നേരത്തെ നൽകിയിട്ടുള്ളത്. ക്യാബിനറ്റ് തീരുമാനം പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എക്സിലൂടെ കുറിപ്പ് പങ്കുവച്ചത്. ഫീൽഡ് മാർഷൽ പദവി അസീം മുനീർ അർഹിക്കുന്നതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ബുന്യൻ മർസൂസ് എന്ന സൈനിക നടപടിയിൽ അസീം മുനീർ മികച്ച നേതൃത്വം നൽകിയതായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിക്കുന്നു. രാജ്യത്തിന്റെ അഭിമാനം കാത്തുസൂക്ഷിച്ച പോരാട്ടമെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വിശേഷണം ഭാരതത്തിനെതിരെ നടത്തിയ പോരാട്ടമാണ്. പഹൽഗാം ആക്രമണം സ്ഥാനക്കയറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് അസീം മുനീർ നടത്തിയ നാടകമെന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. സൈനിക നയതന്ത്ര തലങ്ങളിൽ ഭാരതത്തോട് വൻ പരാജയമാണ് പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയത്. ഈ സാഹചര്യത്തിൽ ഒരു പട്ടാള അട്ടിമറിക്കുള്ള സാധ്യത പാകിസ്ഥാനിൽ ഉയർന്നു വരികയും ചെയ്തു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായാണ് സൈനിക മേധാവിക്ക് സ്ഥാനക്കയറ്റം നൽകി ഫീൽഡ് മാർഷൽ പദവിയിലെത്തിച്ചത്. മാത്രമല്ല, നേരത്തെ പ്രകോപനം സൃഷ്ടിക്കുന്ന ഭാരതവിരുദ്ധ പ്രസംഗം നടത്തിയും അസീം മുനീർ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ജനം.